മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ കമലേശ്വരത്തുനിന്ന് വന്നതിന് ശേഷം കരുണയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്തായി മുത്തശ്ശി, ഉണ്ണിയേട്ടനും അമ്മയും എന്ത് പറഞ്ഞു എന്ന് കരുണ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ദുർഗയ്ക്കാണെങ്കിൽ നിന്നോട് വളരെ ദേഷ്യമാണെന്നും ഉണ്ണിക്കാണെങ്കിൽ അത്ര പ്രശ്നമില്ല, ഉണ്ണി നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുമുള്ള മട്ടിലാണ് സംസാരിച്ചതെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് കരുണയ്ക്ക് ചെറിയൊരു ആശ്വാസമാകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. കമലേശ്വരത്ത് കയറി പറ്റണമെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും വിചാരിക്കണം. അവർ വിചാരിച്ചാൽ മാത്രമേ നിനക്ക് അവിടെ കയറി പറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ മഹാലക്ഷ്മിയുടെ പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ട് അവളുടെ കാല് പിടിച്ചെങ്കിലും നീ എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുമ്പോൾ മനസ്സോടുകൂടി തന്നെ കരുണയാണെങ്കിൽ പോകാൻ ഒരുങ്ങുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന കരുണയെ കാണുമ്പോഴേക്കും ലേഖയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. ലേഖ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മഞ്ജുവും കരുണ അവിടെ വന്നിരിക്കുന്നത് കാണുന്നു. അങ്ങനെ മഞ്ജുവിനും ആകെ ദേഷ്യമാകുന്നുണ്ട്. നീ ഇനിയും മഹിയെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയാണോ ഓടി ഇങ്ങോട്ട് വന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് മഞ്ജുവും ലേഖയും കരുണയുടെ അടുത്ത് ചെന്ന് വളരെ ദേഷ്യപ്പെടുന്നു. നീ ആ കൊലയാളിയുടെ മോളല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കരുണയുടെ മുഖത്തിനിട്ട് നല്ല ഒരെണ്ണം കൊടുക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കരുണയുടെ സങ്കടം കണ്ടിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? എടത്തിയുടെ കുഞ്ഞിനെയും എടത്തിയും ഇനിയും കൊല്ലാൻ ശ്രമിക്കാനാണോടി നീ ഇങ്ങോട്ട് വന്നത്? നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോളാനെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ ദേഷ്യപ്പെടുന്നത് കണ്ട് മഹിക്കാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. മഹി പറയുന്നുണ്ട്, നീ അവിടെ കയറുന്നതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല, പക്ഷേ കണ്ണേട്ടൻ വിചാരിച്ചാൽ മാത്രമേ നിനക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ എന്ന് മഹി പറയുന്നത് കേട്ട് കരുണ പറയുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും അവിടെ കയറ്റാൻ ശ്രമിക്കണം, ഉണ്ണിയേട്ടനോട് പറയണമെന്നെല്ലാം കരുണ വീണ്ടും യാചിക്കുകയാണ്. അതേസമയം ദേഷ്യം വരുന്ന മഞ്ജു ആണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ അവിടെ നിന്ന് തള്ളി പുറത്താക്കുന്നു. ഇതിങ്ങനെ വളരെ സങ്കടത്തോടുകൂടി തന്നെ കരുണയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വീട്ടിലെത്തുന്ന മുത്തശ്ശിയോടായിട്ട് കരുണ പറയുന്നുണ്ട്, എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു, ആ മഞ്ജുവും ലേഖയും കൂടിയാണ് എന്നെ ഉള്ള ചീത്ത മുഴുവൻ പറഞ്ഞത്. പക്ഷേ ലക്ഷ്മി ആണെങ്കിൽ എന്നെ ഒന്നും പറഞ്ഞില്ല, ലക്ഷ്മി ആണെങ്കിൽ അവിടെ കയറ്റുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. കണ്ണേട്ടൻ സമ്മതിച്ചാൽ എനിക്ക് നീ അവിടെ കയറുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞതെന്നല്ല മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇനി ജീവിക്കേണ്ടത് അവിടെയാണെന്നും നീ അവിടെ തന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാനായിട്ട് ശ്രമിക്കണം, ആരുടെ ആട്ടും തുപ്പ് കേട്ടാലും കുഴപ്പമില്ല, അവിടെ തന്നെ ഉണ്ണിയുടെ കൂടെ തന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാനായിട്ട് നീ ശ്രമിക്കണം മോളെ എന്നല്ല മുത്തശ്ശി പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. പിന്നീട് ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉദ്ദേശിച്ചത്? കരുണയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് കരുണയെ വിളിച്ചുകൊണ്ട് വരാൻ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ കരുണയുടെ മുത്തശ്ശിയുടെ വീടും പറമ്പും എൻ്റെ പേരിലോട്ട് എഴുതി തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഞാൻ കരുണയെ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ട് കരുണയെ സ്വീകരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു മടിയുമില്ല എന്നല്ല ഉണ്ണി പറയുന്നത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. ദുർഗ പറയുന്നുണ്ട്, നീ എന്താണ് മോനെ പറയുന്നത്? നിൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മകളാണ് അവൾ, അവളെ നീ ഈ വീട്ടിലോട്ട് കയറ്റേണ്ട യാതൊരു കാര്യവുമില്ല എന്നെല്ലാം പറയുമ്പോഴേക്കും അമ്മ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും ഒരു മാറ്റവുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങളെല്ലാം അറിയുന്ന കണ്ണനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കരുണയെ ഇങ്ങോട്ട് ഇനി മേലാൽ കൊണ്ടുവരാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ നീയും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ആയല്ലോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നേടിക്കഴിഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുമുണ്ടായി, നിങ്ങൾക്ക് സ്വത്തുമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഒന്നുമില്ലാത്തത് എനിക്കാണ്, അതുകൊണ്ട് കരുണയെ സ്വീകരിച്ചേ എനിക്ക് പറ്റൂ ഉണ്ണി പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ നീയും കരുണയും ഈ വീട്ടിൽ ഇനി തുടർന്ന് പോവില്ല എന്ന് കണ്ണൻ തീർത്തു പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട്, നീ എന്താണ് മോനെ ഇങ്ങനെയെല്ലാം പറയുന്നത്? നിന്റെ അച്ഛനെ കൊന്നവളുടെ മോളാണവൾ, അവളെ ഇനി ഈ വീട്ടിലോട്ട് കയറ്റേണ്ട യാതൊരു ആവശ്യമില്ല. കണ്ണൻ പറയുന്നത് പോലെ നീ നല്ല രീതിക്ക് ജീവിച്ചാൽ അവൻ നിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കോളും എന്നെല്ലാം ഉണ്ണിയോട് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇനി എനിക്ക് ആരുടെയും കയ്യിൽ നിന്നും ഒരു കാശും വേണ്ട, എനിക്ക് ആരുടെ പിറകെയും തെണ്ടിക്കൊണ്ട് നടക്കാനും പറ്റില്ല എന്നെല്ലാം ഉണ്ണി തീർത്ത് പറയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയെ ഉപേക്ഷിക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കവയ്യാതെ ആകെ പൊട്ടിക്കറിയാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.